വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അടുത്ത യൂണിറ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. യൂണിറ്റ് 5 ഓണസ്റ്റി പേസ്. ഓണസ്റ്റി പേസ് എന്ന നെക്സ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് നോക്കി. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? ഒത്തിരി ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. തെങ്ങു കയറുന്ന ജോലി ചെയ്യുന്ന ആളുണ്ട്. പോസ്റ്റ് വുമൺ, പോസ്റ്റൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ജോലി കാണുന്നുണ്ട്. മിൽക്ക് മാൻ, പാലൊക്കെ കൊണ്ടു കൊടുക്കുന്ന പാല് വിൽപ്പന ചെയ്യുന്ന ഒരാളെ കാണുന്നുണ്ട്. ഇവിടെ നോക്കി, മീൻ പിടിക്കുന്ന ഒരാളെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്താ ചെയ്യുന്നേ? ഓരോ ജോലികൾ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഒത്തിരി ജോലിക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ചുറ്റുപാടും ഒത്തിരി ജോലികൾ ചെയ്യുന്ന നിറയെ ആളുകളുണ്ടല്ലേ. തെങ്ങുകയറ്റം ജോലിയുണ്ട്, കച്ചവടമുണ്ട്, മീൻ പിടുത്തമുണ്ട്, പാൽ വിൽപ്പനയുണ്ട്, തുണി വിൽപ്പനയുണ്ട്. അങ്ങനെ ഒത്തിരി ജോലികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ജോലിക്കാരെ കണ്ടല്ലോ. അങ്ങനെ നല്ലതുപോലെ ജോലി ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ഒരു കോട്ട്സ് ഉണ്ട്. തോമസ് ജെഫേഴ്സൺ എഴുതിയതാണ്. തോമസ് ജെഫേഴ്സൺ പറഞ്ഞിട്ടുള്ളതാണ്, ഓണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. ഓണസ്റ്റി എന്താണ്? ഓണസ്റ്റി സത്യസന്ധത. നിങ്ങൾ സത്യം പറയാറുണ്ടോ? നിങ്ങൾ സത്യം പറയുന്നവരാണോ? യെസ്, അങ്ങനെ ആവണം കേട്ടോ നമ്മൾ ഓരോരുത്തരും. ഇവിടെ നോക്കിയേ, ഓണസ്റ്റി സത്യസന്ധതയാണ്. ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ, ആദ്യത്തെ അധ്യായം. എന്തിൻ്റെയാ? ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. ജ്ഞാനം, നമുക്ക് ജ്ഞാനം ഉണ്ടല്ലോ, അറിവുണ്ടല്ലോ. അതിൻ്റെ ഫസ്റ്റ് അധ്യായം, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഓണസ്റ്റി. അപ്പോൾ നമുക്ക് ജ്ഞാനം വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ അറിവ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വരുത്തേണ്ടത് എന്താണ്? ഓണസ്റ്റി, സത്യസന്ധത. മനസ്സിലായോ? അപ്പോൾ ഓണസ്റ്റി എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? സത്യസന്ധത. ഇനി നമുക്ക് ഈ യൂണിറ്റിലേക്ക് പോകാം. ഓണസ്റ്റി പേസ്, അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഒത്തിരി ജോലിക്കാരെ നമ്മൾ കണ്ടു. കർട്ടൻ റൈസർ, കർട്ടൻ പൊങ്ങി. എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? കർട്ടൻ ഉയർന്നു പൊങ്ങി. നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത്? വേഗത്തിലൊന്ന് നോക്കിയേ. നിങ്ങളിവിടെ എന്താ കാണുന്നേ? ഇവിടെ ഒരു ആൾ നിൽപ്പുണ്ട്. എ മാൻ, ഒരു ആൾ നിൽപ്പുണ്ട്, ഒരു പുരുഷൻ നിൽപ്പുണ്ട്. എന്ത് ചെയ്യാണ്? പ്ലാന്റിങ്, ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് അല്ലേ. അതാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇവിടെ നോക്കി, ഒത്തിരി കൃഷിഫലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിച്ച് ആരായിരിക്കും? ചെടിയൊക്കെ നട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് കൊണ്ടുപോയി വിൽപ്പന ചെയ്ത് ജീവിക്കുന്ന ആളെ എന്താ പറയുക? കൃഷി ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയുക? ഫാർമർ. എന്താ പറയുക? ഫാർമർ എന്നാണ് പറയുക. ആണല്ലോ, കൃഷിക്കാരൻ, ഫാർമർ. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഫാർമർ, ഒരു കൃഷിക്കാരനെയാണ്. ഇവിടെ നോക്കി, ഒത്തിരി കൃഷി വിളവ് നിങ്ങൾ കാണുന്നില്ലേ? പംകിൻ കാണുന്നുണ്ട്, കുക്കുംബർ കാണുന്നുണ്ട്, ആപ്പിൾ ഉണ്ട്. ഇവിടെ നോക്കി, ബനാനയുണ്ട്, ബോട്ടിൽ ഗാർഡ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇങ്ങനെ നല്ല വിളവ് ലഭിക്കുന്ന ഒരു ഭൂമിയാണ് ഈ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ കർഷകൻ എന്തായിരിക്കും? മടിയനായിരിക്കോ? അല്ലെങ്കിൽ
ആത്മാർത്ഥമായി ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആളായിരിക്കോ? നല്ലതുപോലെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ഫാർമർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഫാർമറിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഈ കർഷകനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ദ ഫാർമർ. ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ദ ഫാർമർ. ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകൻ. ഫാർമർ എന്ന് പറഞ്ഞാൽ ആരാ? കർഷകൻ. ദ ഫാർമർ, FARMER. FARMER എന്താണ്? ഫാർമർ. ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകൻ. ഫാർമറിന്റെ സ്പെല്ലിംഗ് മനസ്സിലായല്ലോ? FARMER, ഫാർമർ. നോക്കി, ഇതൊരു കർഷകനാണ്. ഈ കർഷകന്റെ തോളിൽ എന്തായിരിക്കുന്നേ? മൺവെട്ടി. കർഷകന്റെ ആയുധമാണല്ലേ മൺവെട്ടി. ഇരിപ്പുണ്ട്. ദാ ഈ കർഷകൻ എങ്ങോട്ടേക്കോ ഓടിപ്പോവാണ്. എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. എ ഫാർമർ lived in a village which was near the palace. എ ഫാർമർ, ഒരു കർഷകൻ, lived, താമസിച്ചിരുന്നു. ഇൻ എ വില്ലേജ്, ഒരു ഫാർമർ ഒരു വില്ലേജിൽ താമസിച്ചിരുന്നു. വിച്ച് വാസ്, അത് നിയർ ദ പാലസ്, കൊട്ടാരത്തിന് അടുത്തുള്ള വില്ലേജിൽ. എന്താണ്? കൊട്ടാരത്തിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ താമസിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എ ഫാർമർ lived in a village, ഒരു ഫാർമർ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. വിച്ച് വാസ് നിയർ ദ പാലസ്, കൊട്ടാരത്തിന് അടുത്തുള്ള ഗ്രാമത്തിലാണ് ഒരു ഫാർമർ ജീവിച്ചിരുന്നത്, ഒരു കർഷകൻ താമസിച്ചിരുന്നത്. ഹി വാസ്, അവൻ എങ്ങനെയുള്ളവനാണെന്ന് നോക്കാം. ഹി വാസ് ഹാർഡ് വർക്കിംഗ്, നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഓണസ്റ്റ്, സത്യസന്ധനുമാണ്. അപ്പോൾ ഓണസ്റ്റി, സത്യസന്ധത, ഓണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ വിസ്ഡം. പഠിച്ചത് ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ ഈ മനുഷ്യൻ, ഈ ഫാർമർ എങ്ങനെയുള്ള ആളാണ്? ഹാർഡ് വർക്കിംഗ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആൻഡ് ഓണസ്റ്റ്, സത്യസന്ധനുമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബട്ട്, പക്ഷേ, ഹി couldn't earn much, അവൻ അധികം ഒന്നും സമ്പാദിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഒന്നും അധികമായി സമ്പാദിച്ചിരുന്നില്ല. കഠിനാധ്വാനിയാണ്, ഓണസ്റ്റ്, സത്യസന്ധനുമാണ്. പക്ഷേ അവന് സമ്പാദിക്കാനായിട്ട്, അത് ഹാർഡ് വർക്ക് ചെയ്ത് പൈസ സമ്പാദിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, നേടുക. ഒന്നും നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട്, പക്ഷേ, ഹി couldn't, ഇതെങ്ങനെയാ വായിക്കുക? could not, അതായത് couldn't. ഹി couldn't earn much, അധികം ഒന്നും സമ്പാദിക്കാനായിട്ട്, ഒത്തിരി ഒന്നും സമ്പാദിക്കാനായിട്ട് അവന് കഴിഞ്ഞിരുന്നില്ല, അവനായിരുന്നില്ല. ഐ മസ്റ്റ്, ഞാൻ ഉറപ്പായും, സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ, ഞാൻ എൻ്റെ ഭാവിക്കായി എന്തെങ്കിലും കരുതും, സൂക്ഷിച്ചു വയ്ക്കും. ഹി തോട്ട്, അവൻ ചിന്തിച്ചു. തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോട്ട് ഉണ്ടാകും, തോട്ട് എഴുതാൻ. ഒരാൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കാറില്ലേ? യെസ്. അപ്പോൾ ഹി തോട്ട്, അവൻ ചിന്തിച്ച കാര്യങ്ങളാണ്. എന്താ ചിന്തിച്ചേ? ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ, ഞാൻ എൻ്റെ ഭാവിക്കായി എന്തെങ്കിലും സൂക്ഷിച്ചു വയ്ക്കും, എൻ്റെ ഭാവിക്കായി എന്തെങ്കിലും സൂക്ഷിക്കണമെന്ന് അവൻ ചിന്തിച്ചു. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ, എൻ്റെ ഭാവിക്കായി എന്തെങ്കിലും സൂക്ഷിക്കണം. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, വർഷങ്ങൾ നീണ്ട ഹാർഡ് വർക്ക്, കഠിനാധ്വാനം അവൻ ചെയ്തു. ഹി ഏൺഡ്, അവൻ സമ്പാദിച്ചു. ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ, ഒരു സ്വർണ്ണ നാണയം വാങ്ങാനുള്ള അത്രയും സമ്പാദ്യം അവൻ സമ്പാദിച്ചു. ഒത്തിരി വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഒടുവിൽ, ആഫ്റ്റർ, ശേഷം, മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, ഒത്തിരി വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം, ഹി ഏൺഡ്, അവൻ സമ്പാദിച്ചു. ഇനഫ് ടു ബൈ, ഇനഫ് മതിയാകുന്നത്, എന്താ? ടു ബൈ എ ഗോൾഡ് കോയിൻ, ഒരു ഗോൾഡ് കോയിൻ, ഒരു സ്വർണ്ണ നാണയം വാങ്ങുവാനുള്ള വരുമാനം അവൻ വളരെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ അവന് കിട്ടി. ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ദിസ് ഈസ് മൈൻ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റേതാണ്. അപ്പോൾ നിങ്ങളുടെ സാധനം നിങ്ങളുടേതാണെന്ന് പറയണമെങ്കിൽ എന്താ പറയാനുള്ളേ? ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്,
എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ടാണ്, ഫലമാണ്. ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്, എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ട്, ഫലമാണ്. ഹി ലുക്ഡ് അറ്റ് ദ കോയിൻ, ഹി ലുക്ഡ്, അവൻ നോക്കി, അറ്റ് ദ കോയിൻ, അവൻ കോയിനിലേക്ക് നോക്കി, അവൻ നാണയത്തിലേക്ക് നോക്കി, ഗോൾഡ് കോയിൻ, സ്വർണ്ണ നാണയത്തിലേക്ക് അവൻ നോക്കി. ഹി ലുക്ഡ് അറ്റ് ദ കോയിൻ, അവൻ നാണയത്തിലേക്ക് നോക്കി. ഇറ്റ് വാസ്, അത് ഷൈനിങ്, തിളങ്ങുന്നു. ഇൻ ഹിസ് പാം, അവൻ്റെ കൈപ്പത്തിയിലിരുന്ന് ആ ഗോൾഡ് കോയിൻ ഷൈനിങ്, തിളങ്ങുന്നു. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം, അവൻ്റെ കയ്യിലിരുന്ന് ആ ഗോൾഡ് കോയിൻ തിളങ്ങുന്നു. Where should I keep this coin? Where should, ഈ നാണയം ഞാൻ എവിടെ സൂക്ഷിക്കും? Where should I keep this coin? Where should I keep this coin? ഈ നാണയം ഞാൻ എവിടെ സൂക്ഷിക്കണം? It is not safe at home. എൻ്റെ വീട്ടിൽ ഇത് സുരക്ഷിതമല്ല. It is not safe at home. വീട്ടിൽ ഇത് സേഫ് അല്ല, സുരക്ഷിതമല്ല. It is not safe. ഇത് സുരക്ഷിതമല്ല. അറ്റ് ഹോം, വീട്ടിൽ ഇത് സുരക്ഷിതമല്ല. ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം, ഇത് വീട്ടിൽ വയ്ക്കാൻ സുരക്ഷിതമല്ല. ഐ വിൽ കീപ് ഇറ്റ് സംവെയർ എൽസ്, ഞാനിത് മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കും. സംവെയർ എൽസ്, മറ്റെവിടെയെങ്കിലും. കീപ് ഇറ്റ്, സൂക്ഷിക്കും, ഇത് സൂക്ഷിക്കും. കീപ് ഇറ്റ്, സൂക്ഷിക്കും. ഐ വിൽ, ഞാനിത് എന്ത് ചെയ്യും? ഐ വിൽ കീപ് ഇറ്റ്, ഞാനിത് സൂക്ഷിക്കും. സംവെയർ എൽസ്, മറ്റൊരിടെയെങ്കിലും ഞാനിത് സൂക്ഷിക്കും. വീട്ടിൽ സൂക്ഷിക്കാൻ സേഫ് അല്ല. ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം, വീട്ടിൽ ഇത് സേഫ് അല്ല. ഐ വിൽ കീപ് ഇറ്റ്, ഞാനിത് സൂക്ഷിക്കും. സംവെയർ എൽസ്, മറ്റെവിടെയെങ്കിലും ഞാനിത് സൂക്ഷിക്കും എന്ന് ആ ഫാമർ ചിന്തിക്കുകയാണ്, പറയുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഫാമറിനെ കണ്ടല്ലോ. ഫാമർ ഹാർഡ് വർക്കിംഗ് ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ്. ഈ ഫാമർ എങ്ങനെയുള്ള മനുഷ്യനാണ്? വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ വാസ് ദ ഫാമർ? ഈ ഫാർമർ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ദ ഫാർമർ വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ്. ഈ ഫാർമർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, ഓണസ്റ്റ്, സത്യസന്ധനായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒരിക്കൽ കൂടി വായിച്ചു തരാം. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ നല്ലതുപോലെ വായിക്കുക കേട്ടോ. പാഠത്തിന് ഈ ഭാഗത്തിന്റെ പേര് ദ ഫാമർ, കർഷകൻ. എ ഫാമർ lived in a village which was near the palace. He was hardworking and honest, but he couldn't earn much. I must save something for the future, he thought. After many years of hard work, he earned enough to buy a gold coin. This is mine, the result of my hard work. He looked at the coin. It was shining in his palm. Where should I keep this coin? It is not safe at home. I will keep it somewhere else. Okay? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നല്ലതുപോലെ വായിക്കുക, വായിച്ചു പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.